ഹലോ അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴപ്രഥമനാണ്. അതിനായി ഒരു 5 നേന്ത്രപ്പഴം നല്ല പഴുത്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു കുക്കറിലേക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം മാറ്റുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1.5 കിലോ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ നല്ല കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പഴമെല്ലാം വന്നിട്ടുണ്ട്. അതിനായി പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് പഴം നന്നായി ഫൈനായി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. കട്ടയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് കുറച്ച് വെള്ളവും നെയ്യും ചേർത്ത് കൊടുത്തത്. പിന്നീട് അതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കിലോ ശർക്കര പാനിയാക്കിയതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കിലോ പഴമാണ് എടുത്തിരിക്കുന്നത്. മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കറുത്ത ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അമ്മാസ് വ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, എന്നെ ഒന്ന് കൂട്ടാക്കണേ. നന്നായി മിക്സ് ചെയ്യാം. കറുത്ത ശർക്കര ആയതുകൊണ്ട് നല്ല കറുത്ത കളറായിരിക്കും പായസത്തിന്. പിന്നീട് അതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. 2-ാം പാലിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചത് ഞാനത് കഴിഞ്ഞ വർഷം ചക്ക വരട്ടിയെടുത്തതുണ്ടായിരുന്നു. അതുകൂടി കുറച്ച് ചേർത്ത് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2-ാം പാലിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് 1 സ്പൂൺ ജീരകപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പായസത്തിന്. 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള അടപ്രഥമനാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ. പിന്നീട് അതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകൂടി ഇളക്കിയെടുക്കാം. കട്ടയൊന്നും കെട്ടാത്ത നല്ല സ്മൂത്തായ പഴം പ്രഥമനാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നീട് അതിലേക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. പായസം റെഡിയായിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി സെർവ് ചെയ്യാൻ നോക്കണേ.